السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സമാദരണീയരായ മത സാമൂഹിക സാംസ്കാരിക വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള കൂട്ടുകാരെ, ഒരു പ്രത്യേകമായ ആശയത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സംഗമം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മമ്പുറന്തങ്ങളും കോന്തുനായരും എന്ന ശീർഷകം നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരുന്ന പുരുഷാലമായ ആശയം, മാനുഷികമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം ഏവരും സൗഹൃദത്തോടുകൂടെ കഴിയുക എന്നുള്ള ഒരു സന്ദേശമാണ്. ഈ സന്ദേശം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നതും നിലനിർത്തുവാൻ വേണ്ടി നാം എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ആണ്. ഇതിൻ്റെ പ്രാമാണികമോ സൈദ്ധാന്തികമോ ആയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. വിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ മനുഷ്യനായി കാണുക എന്നുള്ള വിശാലമായ ഒരു ആദർശം എപ്പോഴും ഉണ്ട് എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങളും ചരിത്രങ്ങളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ പ്രവാചകൻ തന്റെ താൻ ജീവിച്ച പാശ്ചാത്തലത്തിലും പരിസരത്തിലുമുള്ള വിവിധ മതസമൂഹങ്ങളുമായി എടുത്ത നിലപാടുകൾ പരിശുദ്ധമായ ഖുർആനും അതുപോലെ തന്നെ ഹദീസിന്റെ കിതാബുകളും വിശദീകരിക്കുന്നുണ്ട്. മദീനയിൽ ഉണ്ടായിരുന്ന ജൂത വിഭാഗം, ആ വിഭാഗത്തിൽ ഉടലെടുക്കുന്ന പല വിഷയങ്ങളിലും ആധികാരികമായി വിധികർത്താവായി വിശുദ്ധ പ്രവാചകനെ സ്വീകരിച്ചിരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കുവാൻ വേണ്ടി വിവിധ മത സമൂഹങ്ങളിലെ വക്താക്കൾ കടന്നു വരുമ്പോൾ അവരോട് വിശുദ്ധ പ്രവാചകൻ നടത്തുന്ന സംവാദം ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം തന്നെ മാനുഷികമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ ആജ്ഞാപിക്കുന്നതോടൊപ്പം താങ്കൾ വിശ്വസിക്കുന്ന മതമൂല്യങ്ങളോട് ആദരവ് കാണിക്കണമെന്നുള്ള അപേക്ഷ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയതായി കാണാം. ഉദാഹരണമായി ജൂതവിഭാഗത്തിന്റെ ആദരണീയമായ ദിനമാണ് സബ്ത് അഥവാ ശനി. ആ ദിവസത്തോട് അതിൻ്റെതായ ആദരവ് നിങ്ങളുടെ മതത്തിന്റെ ഭാഗമായി കാത്തു സൂക്ഷിക്കണമെന്ന് ഒരു ജൂത സംഘത്തോട് വിശുദ്ധ പ്രവാചകൻ ഉപദേശിച്ചത് മിഷ്കാത്തുൽ മസ്വാബിഹ് എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബ് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ മനുഷ്യർ എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും ഒന്ന് തന്നെയാണ്. മതവിശ്വാസമോ മതമൂല്യങ്ങളോ ഒരിക്കലും മനുഷ്യനിടയിൽ മതിലുകൾ സൃഷ്ടിക്കുന്നില്ല, അതല്ലെങ്കിൽ സൃഷ്ടിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഈ ഒരു അടിസ്ഥാന തത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മതപണ്ഡിതന്മാരും സയ്യിദന്മാരും ഒക്കെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായി, കൂട്ടുകാരായി അമുസ്ലിം സഹോദരങ്ങളെ തിരഞ്ഞെടുക്കുവാനും കൊണ്ടു നടക്കുവാനും കാരണമായിട്ടുള്ളത് എന്ന് നാം ഈ സമയത്ത് പ്രത്യേകമായി അടിവരയിടേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സദസ്സിന് മുമ്പിൽ വെക്കുവാനുള്ളത് എൻ്റെ ജീവിതത്തിലെ തന്നെ അനുഭവമാണ്. എൻ്റെ പ്രിയപ്പെട്ട പിതാവ് സയ്യിദ് TS തങ്ങൾ എല്ലാവർക്കും പരിചയമുള്ള വലിയ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയാവുന്നത് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹവുമായി കൂടിയാലോചിച്ച് പല കാര്യങ്ങളും ചെയ്യാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കൂട്ടി മീൻ പിടിക്കാനും പക്ഷിവേട്ടക്കും സൗഹൃദ യാത്രക്കുമൊക്കെ പിതാവ് അവസരം കണ്ടിരുന്നു. ഒഴിവ് കിട്ടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് ചെന്നിരുന്ന് കുശലാന്വേഷണങ്ങൾ നടത്തുവാൻ ശ്രമിച്ചിരുന്നു. തന്റെ തുണിയും കുപ്പായവും ഒക്കെ അലക്കുവാൻ വേണ്ടി ആ മുസ്ലിം സഹോദരിമാരെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ആ മുസ്ലിം സഹോദരിമാർ അലക്കി തേച്ചു കൊടുക്കുന്ന നീളം കുപ്പായം ഇട്ടായിരുന്നു വെള്ളിയാഴ്ച കൂരിയാട് ജുമുഅത്ത് പള്ളിയിൽ ഖുത്ബ നിർവഹിച്ചിരുന്നത്. അതിനൊന്നും യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല.
അതുപോലെ തന്നെ നിരവധി മഹല്ലുകളുടെ ഖാദിയും വലിയ പണ്ഡിതനുമായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട പിതൃവ്യൻ അഥവാ പിതാവിന്റെ ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠനും ഏറ്റവും വലിയ സുഹൃത്തായി കണ്ടിരുന്നത് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന അയൽവാസിയായ കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് അസുഖബാധിതമായി കിടക്കുന്ന സമയത്ത് ആ കൃഷ്ണന്റെ പ്രിയപ്പെട്ട പുത്രനും എന്റെ കൂട്ടുകാരനുമായ ശിവരാമനായിരുന്നു പലപ്പോഴും പല കാര്യങ്ങൾക്കും ഭൃത്യനായി അതല്ലെങ്കിൽ ശുശ്രൂഷകനായി തെരഞ്ഞെടുത്തിരുന്നത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർത്തുപോവുകയാണ്. ആ ഒരു സൗഹൃദം ഇന്നും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. മാത്രമല്ല, ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഹൈന്ദവ സുഹൃത്തുക്കളുമായി ഗാഢമായ ബന്ധം തന്നെ ഇപ്പോഴും ഞങ്ങൾ നിലനിർത്തുന്നുണ്ട്. എന്റെ വീട്ടുമുറ്റത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയുടെ പണിയിൽ അതിന്റെ തേപ്പും പെയിന്റിങ്ങും ഒക്കെ ഞങ്ങൾ ഏൽപ്പിക്കുവാൻ തെരഞ്ഞെടുത്തത് ഈ അമുസ്ലിം സുഹൃത്തുക്കളെയായിരുന്നു. കാരണം അവരോട് കാണിക്കുന്ന ആ സൗഹൃദവും സ്നേഹവും അതൊരു കടപ്പാടായിക്കൊണ്ട് അവർ തന്നെ ആ കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിലേക്ക് നമ്മുടെ മനസ്സെത്തുന്നു. ഇവരുമായി മാത്രമല്ല, നാട്ടിലുള്ള മറ്റു പല സുഹൃത്തുക്കളുമായി, ഉദാഹരണമായി ഞാൻ ഓർത്തുപോകുന്നു അന്തരിച്ചുപോയ അപ്പാണി എന്ന് പറയുന്ന ഒരു അമുസ്ലിം സഹോദരനെ. അദ്ദേഹം ആശാരിയാണ്. എല്ലാ വീടുകൾക്കും വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്ന, അതിനുവേണ്ടി എല്ലാവരും ക്ഷണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിന്റെ മകന്റെ ഒരു വീട് സുന്ദരമായി പണി കഴിപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചപ്പോൾ എന്നെ അദ്ദേഹം വിളിച്ചുകൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ വാസ്തുശാസ്ത്ര കണക്ക് പ്രകാരം അതിന്റെ പ്ലോട്ടെല്ലാം ശരിയാക്കിയതിനു ശേഷം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ സ്ഥലത്ത് ഈ കുറ്റി അടിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ അടിച്ചാൽ പോരെ. അത് പറ്റുകയില്ല, ഇത് പാരമ്പര്യമായി ഞങ്ങൾ ചെയ്തു വരുന്നൊരു സംഗതിയാണ്. നിങ്ങളുടെ വാപ്പയും അതുപോലെ തന്നെ വല്യപ്പയും ഒക്കെ തുറന്നു വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഈ കുറ്റി ഇവിടെ വെച്ച് അത് അടിച്ചു തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് അദ്ദേഹം അതിന് പ്രത്യേകമായ സൗഹാർദ്ദത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ അപേക്ഷിച്ചത് ഞാൻ ഓർത്തുപോകുന്നു. എന്ന് മാത്രമല്ല, ഓണം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു വലിയ വാഴക്കുല തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു സമ്മാനമായി പാരിതോഷികമായി കൊണ്ടുവരാറുണ്ട്. ഇത് ഒരൊറ്റപ്പെട്ട അനുഭവമല്ല, നമുക്കെല്ലാവർക്കും ഈ നിലക്കുള്ള ധാരാളം അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളെ മറന്നു കളയുവാൻ, അതല്ലെങ്കിൽ ഈ അനുഭവങ്ങൾക്ക് മുമ്പിൽ മതിൽ സൃഷ്ടിക്കുവാൻ ആരെല്ലാം ശ്രമിക്കുന്നുണ്ടോ ആ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് നമ്മുടെ ഒരു അനിവാര്യമായ ആവശ്യമാണ്. ആ ഒരു സന്ദേശമാണ് SSF ഈ സൗഹൃദ കാലത്തിലൂടെ, ഈ സൗഹൃദ സംഗമത്തിലൂടെ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ വേദിയിൽ ഉന്നതരായ പല വ്യക്തിത്വങ്ങളും നമ്മോട് സംവദിക്കുവാൻ വേണ്ടി ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചവരും അല്ലാത്തവരുമായ ബാലകൃഷ്ണ മണ്ണിക്കുന്നിനെ പോലെയുള്ള പ്രമുഖ വ്യക്തികളൊക്കെയും നമ്മളോട് സംവദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം അവൻ പ്രീതിപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന ഒരു സംഗമമായി സ്വീകരിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.